ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടാണ് കേട്ടോ. വീട് എന്ന് പറയുന്ന ഹോം ടൂർ ഒന്നും അല്ല ഞാൻ കാണിക്കുന്നത്. ഞാനത് പണി ചെയ്ത് 1 by 1 ആയിട്ട് വന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതായിരുന്നു എൻ്റെ പഴയ വീട്. 2010 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് 2017 എത്തിയപ്പോൾ ആ വീട് ഈ ഒരു അവസ്ഥയിലായി കേട്ടോ. നന്നായിട്ട് ചീത്തായിട്ടുണ്ടായിരുന്നു, അകത്തൊക്കെ ചെതലൊക്കെ കയറി. അപ്പം എന്തായാലും നമുക്കിനി അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ അത് ഇടിക്കേണ്ടി വന്നു. അങ്ങനെ അത് ഇടിച്ച് കളഞ്ഞിട്ട് നമ്മുടെ പുതിയ വീട് വയ്ക്കുന്നതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 2017 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിസംബർ. അപ്പോൾ ഇത് വീട് ഇടിച്ചു തുടങ്ങി. വീട് ഫുള്ളി ഇടിച്ചു. ഇന്നായിരുന്നു നമ്മളുടെ തറക്കല്ലിടുന്ന ചടങ്ങ്. അത് ജാനുവരിയിലായിരുന്നു, 2018 ജാനുവരി. അങ്ങനെ ഇത് ഓരോന്നായിട്ട് തുടങ്ങുവാണ്. ഇത് ഇത്രയും വർഷമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കുറേ നാളുകൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയൊരു സംഭവമാണ്. അവസാനം 2024 അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഡേറ്റ് വൈസാണ് ഞാനിതിൽ ഇട്ടേക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വച്ചിരുന്നതായിരുന്നു എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ബേസ്മെന്റ് കെട്ടിക്കഴിഞ്ഞു. ഇന്നതേ കട്ടള വയ്ക്കുന്ന ദിവസമാണ് കേട്ടോ. ഡോറിൻ്റെ കട്ടള വയ്ക്കുന്ന ദിവസമാണ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ട് അത് ചെയ്യുന്നതിന്. അപ്പോൾ അതിനനുസരിച്ച് അവർ പറഞ്ഞനുസരിച്ച് ചെയ്തതാണ്. അങ്ങനെ ഇതേ കട്ടള വച്ചു. ഓരോ റൂമൊക്കെ ആയി വരുന്നു. ഇത് നമ്മുടെ വീടിന് ഫ്രണ്ടിലുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇത് ചുടുകല്ല് വെച്ചിട്ട് കെട്ടിപ്പോകുന്നത്. ഇതാണ് നമ്മളുടെ അകത്തെ സ്റ്റെപ്പ് ചെയ്യുവാണിപ്പോൾ. ഇത്ര എത്തിയിട്ടുണ്ട് ഇപ്പോൾ വീട്. നമുക്ക് ആദ്യം വലിയൊരു കിണറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അത് ഇടിച്ചിട്ടാണ് നമ്മളൊരു റൂം ചെയ്തേക്കുന്നത്. അപ്പോൾ പുതിയൊരു കിണർ കുഴിച്ചു. രണ്ടാമത്തെ നില കോൺക്രീറ്റ് ആയി. വീടെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്, അറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ളൊരു സ്വപ്നമായിരുന്നു വീട്. അപ്പോൾ അത് ഇതിൻ്റെ ഫുൾ ഡിസൈനും ഞാനും ഏട്ടനും കൂടെ മാത്രം കേട്ടോ ചെയ്തത്, വേറെ ആരുമല്ല. നമ്മൾ തന്നെയാണ് ഫുൾ ഡിസൈൻ പറഞ്ഞത്. അപ്പോൾ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ഏട്ടനും, ഇൻറ്റീരിയർ ഫുള്ള് ഞാനുമാണ് ചെയ്തത്. ഈ സമയത്ത് മോള് ജനിച്ചായിരുന്നു കേട്ടോ. മോള് ജനിച്ചു. അപ്പം ഞാൻ കുറച്ച് നാൾ, 1 മാസത്തോളം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് ഒന്നും വീട് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഡെയിലി വരും. ഞാൻ ഒരു ദിവസം പോലും ഇവിടെ വരാതിരുന്നിട്ടില്ല. മോള് ജനിക്കുന്നതിന് അന്ന് രാവിലെയും വന്നിട്ടുണ്ടായിരുന്നു. 28 കഴിഞ്ഞിട്ട് മോൾക്കിപ്പോൾ 1 മാസമാണ്. ആ 1 മാസത്തിൽ ആദ്യമായിട്ട് മോളെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നാണ് ഞാനും പിന്നെ കാണുന്നത്. അപ്പോൾ 1 മാസം ഞാൻ ഈ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഇത്ര എത്തി. എന്നാലും ഏട്ടൻ ഫോട്ടോ എടുത്തിട്ട് കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ തന്നെ അത് വെച്ചതാണ് കേട്ടോ. നമ്മൾ വീട് തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എന്നും വന്ന് കാണാനും പറ്റുമായിരുന്നു. അങ്ങനെ ഓരോന്നും നോക്കി തന്നെ ചെയ്തതാണ് ഈ വീട്. വലിയ വിൻഡോയ്ക്ക് ഗ്ലാസ് ഇട്ടായിരുന്നു. ഇടയ്ക്ക് ഇതാ മോളെയും കൊണ്ടൊന്ന് വിസിറ്റ് നടത്തിയതാണ്. പിന്നെ നമ്മൾ ഈ മതിൽ ഫുള്ളി ഇടിച്ചിട്ടല്ല കേട്ടോ ചെയ്തത്. ആ മതിൽ തന്നെ വെച്ചിട്ട് കുറച്ച് പണി വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ആ ഫ്രണ്ടിലെ മതിലിന്റെ റൈറ്റ് സൈഡിൽ പേര് എഴുതാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പോർഷനാണ് കേട്ടോ. അത് വെട്ടുകല്ലിന്റെ ടൈല് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് വീടിന്റെ അങ്ങേ അറ്റം ഒരു സ്ഥലത്തും ആ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആ സമയത്ത് എൻ്റെ കൈക്കൊരു ചെറിയ പണി കിട്ടിയായിരുന്നു. അപ്പോൾ എന്നിട്ടും ഞാൻ തന്നെ ആ മാവ് നടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഒരു കൈ കൊണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ വീട് ഫുള്ളി ഒരു ഇരുട്ടായിരുന്നു കേട്ടോ. പഴയ ടൈപ്പ് ഡോറൊക്കെ ആയിരുന്നു. അപ്പോൾ ഗ്ലാസിൻ്റെ ഒന്നും അല്ല, ലൈറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് വെളിച്ചം കിട്ടത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വീട് നമ്മൾ ഫുൾ വിൻഡോയാണ് കേട്ടോ. കുറേ സ്ഥലത്തുനിന്ന് നമുക്കിവിടെ വെളിച്ചം കിട്ടും. രാത്രി മാത്രം ഇവിടെ ലൈറ്റ് ഇട്ടാൽ മതി. നന്നായിട്ട് എല്ലായിടത്തും ലൈറ്റ് വരുന്ന ഒരു വീടാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിൻഡോ നമ്മൾ ചെയ്തതുമൊക്കെ. ഇരുട്ടാവരുത് എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിൽ ചെയ്തതാണ് കേട്ടോ. പാലുകാച്ച് ദിവസം എത്തിയിരിക്കുകയാണ്. 2019 ഫെബ്രുവരി 10 ആയിരുന്നു പാലുകാച്ച്. നമ്മൾ തിരുവനന്തപുരത്ത് പാലുകാച്ചെന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഹൗസ് വാമിങ് മനസ്സിലായി കാണുമല്ലോ. ഓരോ നാട്ടിൽ വേറെ എന്തൊക്കെയോ പറയുന്നതെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇതാ പറയുന്നത്. അങ്ങനെ അതിൻ്റെ ചടങ്ങാണ്. പക്ഷേ അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അന്ന് ഏട്ടന് പനിയായിരുന്നു. അപ്പോൾ പനിയായിട്ട് ഹോസ്പിറ്റലിൽ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് നേരെ പോയി അഡ്മിറ്റ് ആവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും നന്നായിട്ട് അന്നത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. മോൾക്ക് 6 മാസമായപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കയറുന്നത്. അപ്പോൾ മോളെയും അറിയാലോ, അവളും ഭയങ്കര കരച്ചിലായിരുന്നു. ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടിട്ടായിരിക്കാം. അപ്പോൾ എനിക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല. ആരൊക്കെയോ എടുത്ത ഫോട്ടോസൊക്കെയാണ് ഈ ഇട്ടേക്കുന്നത്.
അങ്ങനെ നമ്മുടെ സ്വപ്നമായിട്ടുള്ള വീട് പൂർത്തിയായിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിരുന്നു അന്ന് ഇത്രയും കഴിഞ്ഞ് ആ ഒരു പാല് കാച്ചി കഴിഞ്ഞപ്പോൾ. കാരണം എല്ലാവരുടെയും പോലെ തന്നെ നമ്മളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ഇപ്പം ഏട്ടനേക്കാളും കൂടുതൽ എൻ്റെ ഒരു സ്വപ്നം എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. അത്രയ്ക്ക് കുറേ നാൾ ആഗ്രഹിച്ചിട്ട് വച്ചൊരു വീടാണിത്. 1 വർഷം എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീട് പണി തീരാൻ. 2018 ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫെബ്രുവരി 2019 പാല് കാച്ചി നടത്തിയത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ മഴയൊക്കെ ആയിട്ടൊന്ന് നിർത്തി വെക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും 1 വർഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്നും അന്ന് എടുത്തൊരു ഫോട്ടോ അല്ല കേട്ടോ. അന്ന് നമുക്ക് നന്നായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തപ്പിയെടുത്ത് ഇട്ടേക്കുന്ന ഫോട്ടോസാണ് കേട്ടോ. കാരണം ഇപ്പോൾ കുറേ വർഷമായില്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ഉള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഈ വീടിന്റെ പേരെന്താന്ന് അറിയാമോ? വൈക. ഇത്ത അമ്മത്തെ പണ്ടത്തെ വീടിന്റെ പേരെന്താന്ന് അറിയാമോ? വൈക. എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ വീട്? താങ്ക്സ് ഫോർ വാച്ചിങ്.